ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഗൈഡൻസ് എടുക്കാം. ഇന്നത്തെ നിങ്ങളുടെ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ എടുക്കാം. ഞാൻ ഇടയ്ക്ക് ചെയ്യാവുന്നതാണ്. സിറ്റുവേഷൻ്റെ ഒരു കാർഡ്. ഓക്കെ, അതിന് ആക്ഷൻ നിങ്ങൾ എന്തെടുക്കണം, സിറ്റുവേഷനെ നമ്മൾ മാറ്റിയെടുക്കാൻ എന്ത് ആക്ഷൻ എടുക്കണം എന്ന രീതിക്ക് നോക്കാം. ആൻഡ് അതിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഔട്ട്കം എന്ന രീതിക്ക് നമുക്ക് നോക്കാം. ഈ ആക്ഷൻ്റെ ഭാഗം പറയുന്നത് എനിവേ ഞാൻ ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ ഓക്കെ, ആദ്യം നിങ്ങളുടെ സിറ്റുവേഷൻസ് എനിക്ക് കാണുന്നത് ഞാൻ പറയാം. നിങ്ങളിപ്പോൾ മെജോറിറ്റി നിങ്ങൾ കാണുന്നവരുടെ സിറ്റുവേഷൻ ഏസ് ഓഫ് വാൻസ് ആണ്. ക്ലാരിഫിക്കേഷൻ എന്ത് കാര്യത്തിൽ? ഓക്കെ, ഇവിടെ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറിപ്പോവാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഓക്കെ, ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിലുണ്ട്, അതിനെ മാറ്റാനുള്ള ശ്രമമായിരിക്കാം, അതിൽ നിന്ന് മാറി പോവാനുള്ള ഒരു ശ്രമമായിരിക്കാം. നിങ്ങളൊരു പുതിയ തുടക്കം എന്തോ ഒരു കാര്യത്തിൽ പ്രതീക്ഷിച്ചിരുന്നു. സോറി, താഴെ കുറച്ച് ബഹളമുണ്ട്. നിങ്ങളൊരു കാര്യത്തിൻ്റെ പുതിയ തുടക്കം നിങ്ങൾ പ്രതീക്ഷിച്ച് നിന്നതായിരിക്കും. ഓക്കെ, അത് നടന്നു കാണില്ല, അല്ലെങ്കിൽ അത് നിങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന പോലെയുണ്ട്. ഓക്കെ, അതായത് ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ഒരു പ്ലാൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു കാര്യം തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നു, ബട്ട് മേ ബി അത് ഉപേക്ഷിക്കുന്ന ഒരു മട്ടാണ് എനിക്ക് കാണുന്നത്. അതിപ്പോൾ ഏത് കാര്യത്തിലും ആവാം, റിലേഷൻഷിപ്പിലാവാം, കരിയറിൻ്റെ കാര്യത്തിലാവാം, ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിലായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിച്ചു, എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചു, പക്ഷെ അതിൽ നിന്ന് ഒരു മാറിപ്പോകുന്ന ഒരവസ്ഥയാണ് എനിക്ക് കാണുന്നത്. മേ ബി നിങ്ങൾ ശ്രമിച്ചു കാണാം, കാരണം ഇവിടെ എനിക്ക് കണ്ടത് യെസ്, നിങ്ങൾക്ക് കുറച്ച് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്ന് കാണും. ഓക്കെ, ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു അല്പം ചാലഞ്ചസ് ഫേസ് ചെയ്ത പോലെ 7 നമ്പർ ഉണ്ട് ഇവിടെ എനിക്ക്. ഓക്കെ, ആൻഡ് 6 ആണ് ഇവിടെ. ഓക്കെ, നിങ്ങൾ അതിൽ എഫേർട്ട് ഇട്ടുണ്ടാവും ഓൾറെഡി. ഓക്കെ, മേ ബി നിങ്ങൾ തുടങ്ങിയ കാര്യത്തിൽ നിങ്ങൾ ഓൾറെഡി കുറച്ച് എഫേർട്ട് ഇട്ട് കാണാം. ഞാൻ സൈഡിൽ കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ആക്കി വെക്കാം. നിങ്ങൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, അതായത് നിങ്ങളെ പല ഭാഗത്തുനിന്നും, നിങ്ങൾക്ക് പലരുടെ അടുത്തുനിന്നും നിങ്ങൾക്ക് അതിനൊരു എതിർപ്പോ അല്ലെങ്കിൽ ഒരുപാട് കോമ്പറ്റീഷൻ, അങ്ങനത്തെ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു കാണും. ഓക്കെ, സോ ഒരു പുതിയ തുടക്കം, യെസ്, നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, നിങ്ങൾ ചെയ്തു എന്തോ ഒരു കാര്യം, പക്ഷെ അതിൽ നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളും വന്നു. ആൻഡ് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് വന്നായിട്ട് കാണുന്നുണ്ട്. സോ നിങ്ങൾ ഐ തിങ്ക് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഇനി ചെയ്താൽ മുന്നോട്ട് നല്ലതായിരിക്കില്ല എന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കിട്ടി എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് ഇട്ട എഫേർട്ട്. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് മാക്സിമം ഐ തിങ്ക് നിങ്ങൾ ശ്രമിച്ചു നോക്കി, ഒരു കാര്യം നിങ്ങൾ ശരിയാക്കാൻ, ബെറ്റർ ആക്കാനൊക്കെ നിങ്ങൾ ശ്രമിച്ചു. നിങ്ങൾ തുടങ്ങി വെച്ചതാണ്, പിന്നെ വിട്ട് കളയണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ നല്ലോണം ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നതായില്ല ഇനി കാര്യമില്ല എന്ന രീതിക്ക്. കാരണം ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ നല്ല റിസൾട്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലെ കിട്ടിയിട്ടില്ല. എനിക്ക് അപ്പോൾ അതായത് നിങ്ങളിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്, അതായത് ഞാൻ എത്ര എഫേർട്ട് ഇട്ടിട്ടും എനിക്ക് അവിടെ ഒന്നും അതിൻ്റെ ബെനിഫിറ്റ് വരുന്നില്ല എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഐ തിങ്ക് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു മട്ടാണ് എനിക്ക് കാണുന്നത്. ആക്ച്വലി ഇവിടെ നോക്കിക്കോളൂ, 6 7 8 ആണ്. 6 ഉണ്ട്, 7 7 ഉണ്ട്, 8 ഉണ്ട്. സോ യാ, നിങ്ങളിവിടെ നിങ്ങൾ അങ്ങോട്ട് ചെയ്തത്, ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് കുറേ ചെയ്തു, നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു, നിങ്ങൾ ഒരുപാട് സമയം കൊടുത്തു, എഫേർട്ട് കൊടുത്തു, പണം കൊടുത്തു, വോട്ടെവർ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിലേഷൻഷിപ്പിലായാലും ശരി, എന്തിലായാലും ശരി, ഓക്കെ, എന്ത് കാര്യത്തിലായാലും നിങ്ങൾ അതിന് ഒരുപാട് എഫേർട്ട് ചെയ്തു. പക്ഷെ നിങ്ങൾ പ്രതീക്ഷ പോലെയോ നിങ്ങൾ സ്വപ്നം കണ്ട പോലെയോ ഒന്നും നടന്നിട്ടില്ല. പുറത്തിന് ഒരുപാട് ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യുന്ന മട്ടാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇനി എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല, ഓക്കെ, ഇനി ഞാനിതിൽ പോകുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന പോലെയാണ്. ഈ ഒരു നിങ്ങൾ എന്താണോ തുടങ്ങിയത് അതിനെ നിങ്ങൾ വിട്ടുകളയാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആഗ്രഹമുള്ളതായിരുന്നു, നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചാണ്. യെസ്, ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങൾക്കതിൽ, പക്ഷെ എന്തോ അത് കാര്യങ്ങൾ മുന്നോട്ട് നടന്നില്ല എന്ന്. സോ അതിൻ്റെ നിങ്ങൾ ഒരുപാട് എഫേർട്ട് അങ്ങോട്ട് ചെയ്തു, ഓക്കെ, പക്ഷെ തിരിച്ച് അതിനുള്ള ഒരു ഫലം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, എന്തായാലും ഇത് നഷ്ടമല്ല, ഞാൻ പറയാം. ഓക്കെ, ഞാനത് ഗൈഡൻസ് ആയിട്ട് പറയാം. ഓക്കെ, ഇതിൻ്റെ ഒരു ആക്ഷൻ, ഓക്കെ, നിങ്ങൾ ഇനി എടുക്കാൻ പോകുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് മാറാനാണ്. സോ നോക്കട്ടെ, ഇതിൻ്റെ ആക്ഷൻ നമുക്ക് എന്താ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതിൻ്റെ ആക്ഷൻ യൂണിവേഴ്സ് എന്താ പറയുന്നത് ഇപ്പോൾ ഇവിടെ? നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കറക്റ്റ് ആണോ, വിട്ടുപോക്കളയണോ? ആക്ഷൻ എന്താണ് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്? ഓക്കെ, ചോയ്സ് പറയുന്നുണ്ട്. ഓക്കെ,
ഓക്കെ. ഓ ഗുഡ്. ഓക്കെ, ഗുഡ് ഗുഡ്. ഓക്കെ, ഞാൻ ഒരു ഔട്ട്കം കാർഡ് കൂടി എടുത്തിട്ട് ഞാൻ ബാക്കി പറയാം. ഓക്കെ, യെസ്. ഓക്കെ, ഞാൻ ആഗ്രഹിച്ചത് വന്നു. ഫൈൻ, ഗുഡ് 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 ഗുഡ്, സന്തോഷം. ഓക്കെ, ഇവിടെ നിങ്ങൾ നിങ്ങൾ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ. അത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന സ്വാഭാവികമാണ്. കാരണം നിങ്ങൾ അത്രയും അതിൽ എഫേർട്ട് ചെയ്തു. ഓക്കെ, നിങ്ങൾ സമയം കൊടുത്തു, എഫേർട്ട് കൊടുത്തു, ഒരുപാട് നിങ്ങൾ ബുദ്ധിമുട്ടി, ചാലഞ്ചസ് ഫേസ് ചെയ്തു. പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചത് നടന്നില്ല. ഓക്കെ, ബട്ട് ഇവിടെ യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നത്, നിങ്ങൾ തീരുമാനം എടുക്കുന്ന കാര്യം പറയുന്നുണ്ട്. ആക്ച്വലി ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് ആയിട്ടൊരു ക്ലാരിറ്റി അല്ല തരുന്നത് എനിക്ക്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരല്പം വെയിറ്റ് ചെയ്യാനുള്ള ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് കാണുന്നില്ല, ശരിയാണ്. ഓക്കെ, ബട്ട് വെയിറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ലവേഴ്സ് എനർജിയാണ്. ലവേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നല്ലൊരു കാര്യം കൂടിയാണ്, നല്ല കാർഡാണ്. റിലേഷൻഷിപ്പിലാണെങ്കിൽ വളരെ നല്ല കാർഡ് തന്നെയാണ്. ഓക്കെ, റിലേഷൻഷിപ്പ് നിങ്ങളുടെ ഒരു സോൾ ബോണ്ടിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. അല്ലാത്തത് ഇപ്പം നമ്മൾ ബിസിനസ് അല്ലെങ്കിൽ ജോലി അങ്ങനത്തെ കാര്യങ്ങളിലാണെങ്കിലും നിങ്ങളുടെ ഒരു ചോയ്സിന്റെ കാര്യം, അതായത് തീരുമാനം. ഓക്കെ, തീരുമാനം എടുക്കുക എന്ന രീതിക്ക് നമ്മൾ പറയും. സോ ആ തീരുമാനം എടുക്കാൻ കുറച്ച് വെയിറ്റ് ചെയ്യൂ എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഇവിടെ അബൻഡൻസ് വരും എന്നാണ് എനിക്ക് കാണുന്നത്. മുന്നോട്ട് അബൻഡൻസ് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു എംപ്രസ് എന്ന രീതിക്ക് ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്. എംപ്രസ് ആൻഡ് ലേഡീസ് ആവണമെന്നില്ല, ഓക്കെ, ജെൻസ് ആയാലും നിങ്ങൾക്കൊരു ഗ്രോത്ത്, അതായത് നിങ്ങൾ എന്ത് കാര്യത്തിലാണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ തന്നെ നിങ്ങൾക്കൊരു അല്ലെങ്കിൽ ഏതായാലും സത്യം പറഞ്ഞാൽ ചോയ്സ് നിങ്ങളുടെ മുമ്പിൽ യൂണിവേഴ്സ് തരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ എഫേർട്ട് ഇടാം എന്ന് പറയുന്നുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിട്ടുപോവുകയും ചെയ്യാം. രണ്ടും ആക്ച്വലി യെസ്. യൂണിവേഴ്സ്, ഞാൻ വേണമെങ്കിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾ എന്നോട് പറയരുത്, എന്താ ഇങ്ങനെ വന്നതെന്ന് ചോദിക്കരുത്. സോ യൂണിവേഴ്സ് അങ്ങനെയാണ് കാണിക്കുന്നത്. നിങ്ങളോട് പറയുന്നത് യെസ്, നിങ്ങളുടെ തീരുമാനം നിങ്ങൾക്ക് വിട്ടുപോകണം എന്നുണ്ടെങ്കിൽ പോവാം. ഓക്കെ, അല്ല നിൽക്കണം, നിങ്ങൾക്ക് ഇതിൽ വീണ്ടും ശ്രമിക്കണം എന്നുണ്ടെങ്കിലും ശ്രമിക്കാം. രണ്ടും പറയുന്നുണ്ട്. ഓക്കെ, കാരണം ചോയ്സ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തീരുമാനം നിങ്ങളുടെ കയ്യിലേക്ക് തന്നെയാണ് യൂണിവേഴ്സ് വിട്ടു തരുന്നത്. ആക്ഷൻ നിങ്ങളുടെ കയ്യിൽ തന്നെ വിട്ടു തരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ പേടികൾ പക്ഷെ മനസ്സൊന്ന് മാറ്റാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് ഒരു അഡ്വൈസ് ആയിട്ട് എനിക്ക് കിട്ടുന്നത്, ഞാൻ അതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റി ചോദിച്ചത്. ഈ തീരുമാനം നിങ്ങൾക്ക് വിട്ടു തരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരു ഐഡിയ കിട്ടണമല്ലോ എന്താ ചെയ്യേണ്ടത്. സോ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ പേടികളാണ്. ഓക്കെ, കുറേയൊക്കെ നിങ്ങളുടെ നെഗറ്റീവ് ചിന്ത, നിങ്ങളുടെ മനസ്സിലെ പേടികൾ, അങ്ങനത്തെ കാര്യങ്ങളുണ്ട് ഇവിടെ. അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് വേറെ ആരെങ്കിലും, ലൈക്ക് നിങ്ങളുടെ മേ ബി ചുറ്റുമുള്ള, ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ ആരെങ്കിലും അസൂയ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ജോലിയിലായാലും നിങ്ങളെ തന്നെ ഒന്ന് കണ്ണു വെക്കുന്ന ഒരു കാര്യം കൂടി എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു. സോ മേ ബി ഒന്ന് നമ്മൾ എന്തെങ്കിലും പൂജകളോ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കുക, ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, അത് കുറച്ച് പേർക്ക് അതുണ്ടാവാം, ഒരു ഡെവിൾ ഇൻഫ്ലുവൻസ് ഉണ്ടാവാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അല്ലാത്തവർക്ക് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ഉള്ളിലെ പേടികൾ, നിങ്ങളുടെ ഫിയേഴ്സ്, നിങ്ങളുടെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രമിച്ചു ഒരുപാട്, ഇല്ല എന്നല്ല. പക്ഷെ എന്നാലും നിങ്ങളുടെ ഉള്ളിൽ ഒരു പേടി കിടക്കുന്നുണ്ട്. ആ ഫിയറിനെ മാറ്റൂ ആദ്യത്തെ കാര്യം. ഓക്കെ, എന്ത് വന്നാലും നേരിടാം എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. ആക്ച്വലി യെസ്, ഇവിടെ ഗ്രോത്ത് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ എന്താണോ ചെയ്തത്, ഇവിടെ 6 ഓഫ് പെനിക്കിൾസ് ആയിരുന്നു, ഇവിടെ 7 ഓഫ് പെനിക്കിൾസ് ആണ്. സോ ഇത് പറയുന്നത് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല, യെസ്, പക്ഷെ അത് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ പോസിബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഗ്രോത്തിന്. ഇവിടെ തന്നെ നിന്നാൽ നിങ്ങൾക്കൊരു പോസിബിലിറ്റി ഉണ്ട്, ഗ്രോത്തിനൊരു പോസിബിലിറ്റി. പക്ഷെ സ്ലോ ആയിരിക്കും, പെട്ടെന്ന് വരില്ല, കുറച്ച് സമയം എടുക്കും എന്നാണ്. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാവണം. ഓക്കെ, മുന്നോട്ട് ആക്ച്വലി ഔട്ട്കം എന്ന രീതിക്ക് ഞാൻ നോക്കുമ്പോൾ പേജ് ഓഫ് പെനിക്കിൾസ് ആണ്. സോ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്തതിൻ്റെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് വരാൻ തുടങ്ങും എന്ന രീതിക്കായിരിക്കും നിങ്ങൾ പിടിച്ചു നിന്നാൽ. ഓക്കെ, ഇനിയും കുറച്ചുകൂടി നിങ്ങൾ വിടാതെ പിടിച്ചു നിന്നാൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ ചിലപ്പോൾ റിസൾട്ട് കിട്ടും എന്നും കൂടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പുതിയ ഓഫർ വരും എന്നുണ്ട്. നിങ്ങളിത് വിട്ട് കളയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു പുതിയ ഓഫർ വരും. ഏതായാലും ശരി, നിങ്ങൾക്കൊരു സക്സസ്സിലേക്ക് നിങ്ങൾക്ക് എത്തും എന്നുകൂടിയാണ്. ഇവിടെ ആക്ച്വലി ശ്രമിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നുണ്ട് യൂണിവേഴ്സ്. വേണമെങ്കിൽ വിട്ടുകളഞ്ഞാലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നല്ലത് വരും എന്നുകൊണ്ട്. ഔട്ട്കം നിങ്ങൾക്ക് പോസിറ്റീവാണ്, സക്സസ് ആണ് വരുന്നത്. ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം കാണുന്നുണ്ട്. മേ ബി ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോവാം, നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ ഇതിന് നിൽക്കണം എന്നൊന്നല്ല പറയുന്നത്, പക്ഷേ നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കൂ എന്ന് മാത്രം. ഓക്കെ, നിങ്ങൾ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് നല്ലോണം ചിന്തിക്കുക. ഇതുവരെ ചെയ്തു, അപ്പം ഇനിയും വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ തന്നെ വിട്ടു തരുന്നത്. പക്ഷെ കുറച്ച് മേ ബി മറ്റുള്ളവർ നെഗറ്റീവ് പറയുന്നുണ്ടാവാം ഒരുപാട്. ഓക്കെ, നിങ്ങളോട് ഒരുപാട് ലൈക്ക് പേടിപ്പിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ എല്ലാവരും കൂടി പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ അവർ പേടി കയറി വരില്ലേ, അങ്ങനെ ആയിരിക്കാം. ഒരു കാര്യം ചെയ്യാം, ഇത് ക്ലിയർ ആൻസർ യൂണിവേഴ്സ് തരുമോ എന്ന് എനിക്ക് ഉറപ്പില്ല, ഞാൻ ചോദിക്കാം. ഓക്കെ, നിൽക്കണോ അതോ വിട്ടുകളയണോ എന്ന രീതിക്ക് ഞാൻ ചോദിക്കാം. ഓക്കെ, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണോ അതോ വിട്ടുകളയണോ എന്ന് നോക്കാം. ഓക്കെ, ചില സമയത്ത് ഇത് ഓക്കെ ലാസ്റ്റ് ടൈം വ്യൂവേഴ്സ് ഈ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ നിൽക്കണോ എന്നുള്ള ഒരു കാർഡ് പ്ലീസ്. 1 കാർഡ്.
ഓക്കെ, വിട്ട് കളയണോ? ഇത് വിട്ട് കളഞ്ഞ് മുന്നോട്ട് പോകണോ? കുറച്ച് ബുദ്ധിമുട്ടാണ്. സിക്സ് ഓഫ് സോർഡ്സിന് ഒരു പ്ലാൻ. ഞാൻ പേഴ്സണൽ റീഡിംഗ് പോലെ ഓൾമോസ്റ്റ് ആവുന്നുണ്ട്. ഇത് എത്ര പേർക്ക് മാച്ച് ആവുമെന്ന് അറിയില്ല. ആർക്കോ കാര്യമായിട്ട് ഐ തിങ്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയമായിരിക്കാം, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ഓക്കെ 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 ഫൈൻ. ആക്ച്വലി എനിക്കിവിടെ നിൽക്കുന്നതിലാണ് കൂടുതൽ പോസിറ്റീവ് വരുന്നത്. ഓക്കെ, പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷൻ ഇത് ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, എനിക്ക് മാക്സിമം പറ്റുന്നത് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. ഓക്കെ, ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് പോലെ ഫീൽ ചെയ്യാൻ പോലെ ഞാൻ എനർജി പിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ അഗെയിൻ ചോയ്സ് നിങ്ങളുടെ കയ്യിലാണ്, എപ്പോഴും ഫ്രീ വിൽ നിങ്ങളുടെ കയ്യിലാണെന്നാണ് പറയുക. അതായത് ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത് ഇതിൽ നിന്നാൽ നിങ്ങൾക്ക് മുന്നോട്ടൊരു ഗ്രോത്ത് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, പക്ഷെ പ്ലാനിങ് വേണം അതിന് നല്ലോണം. ആൻഡ് പോരാത്തതിന് ഇതുവരെ നടക്കാതെ ഇരുന്ന അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ ഉള്ളിൽ, അതിനെയൊക്കെ നിങ്ങളൊന്ന് ലെറ്റ് ഗോ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് തടസ്സമായിട്ട് ഫീൽ ചെയ്ത് അതെല്ലാം നിങ്ങൾ മനസ്സിൽ നിന്ന് കുറേ ലെറ്റ് ഗോ ചെയ്ത് ഇല്ല എല്ലാം ഓക്കെ ആവും എന്നൊക്കെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചു തുടങ്ങി ആക്ച്വലി നിങ്ങൾക്ക് ഈ ഒരു കാം സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരാം. മനസ്സിനെ ശാന്തമാക്കുക. ഓക്കെ, മനസ്സിനെ ശാന്തമാക്കുക. കുറച്ചുകൂടി നിങ്ങളൊരു പ്രതീക്ഷയോടെ പോസിറ്റിവിറ്റിയോടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ ഓക്കെ അതിനെ അങ്ങോട്ട് ലെറ്റ് ഗോ, അതിനെ മനസ്സിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ ഒരു ഫ്യൂച്ചറിന് വേണ്ടി നല്ലോണം പ്ലാനിങ് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് പോസിറ്റീവ്. പക്ഷെ അഗെയിൻ സ്ലോ ആണ്. ഓക്കെ, പറഞ്ഞില്ല എന്ന് വേണ്ട, സ്ലോ ആണ്. ഇവിടെ തന്നെ നിന്നാൽ നിങ്ങൾക്കൊരല്പം സ്ലോ ആണ്. നിങ്ങളോട് സമയമെടുത്ത് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്താൽ ബെറ്റർ ആവും എന്ന് കാണിക്കുന്നുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, വിട്ടുപോയാൽ നിങ്ങൾക്ക് കുറച്ച് നഷ്ടം വരും. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് നഷ്ടം ഉണ്ടാവും, ലോസ് ഉണ്ടാവും. നിങ്ങൾ തനിച്ചായ പോലെ തോന്നിയേക്കാം, നിങ്ങൾക്ക് സപ്പോർട്ടില്ല എന്ന് തോന്നിയേക്കാം, ലൈക്ക് പണം നഷ്ടം വരെ വരാം, എല്ലാം ഉണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇവിടെ കൂടുതലും നിങ്ങളോട് പിടിച്ചു വെക്കാനും കൂടിയാണ് പറയുന്നത്. അപ്പം നിങ്ങൾ കുറച്ചുകൂടി മേ ബി കൺട്രോൾ ചെയ്യേണ്ടി വരും. നിങ്ങളുടെ എന്താ പറയുക, നമ്മളുടെ ചിലവ് കൺട്രോൾ ചെയ്യേണ്ടി വരും. പണം നിങ്ങളുടെ കയ്യിലുള്ളതിനെ കുറച്ചുകൂടി കൺട്രോൾ ചെയ്തൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് മേ ബി അതും ഒരു ബെറ്റർ ആണ്. പക്ഷെ ഇവിടെ കുറച്ച് ലോസ് വരാനുള്ള അതായത് വിട്ടുപോവുകയാണെങ്കിൽ ലോസ് ഫാക്ടർ ഇവിടെ കൂടുതലാണ്. ഓക്കെ, നമുക്ക് നഷ്ടങ്ങൾ കൂടുതലാണ് കാണുന്നത്. സോ ആലോചിച്ച് തീരുമാനം എടുക്കാം. ഓക്കെ, മുന്നോട്ട് ഇവിടെയും ഒരു ചെറിയ ഗ്രോത്ത് കാണുന്നുണ്ട്, പക്ഷെ എവിടെയോ നിങ്ങൾ കുറച്ച് ടഫ് ഫേസ് ഒരു ഗോ ത്രൂ ചെയ്യേണ്ടി വരും. ഇവിടെ എന്താണ് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലേ, അതിനെ ഒന്നും നമ്മൾ പറയില്ലേ റീവർക്ക് ചെയ്തെടുക്കാം. ഒന്നുകൂടി പ്ലാൻ ചെയ്ത് നിങ്ങൾ അവിടെ എന്താണ് തെറ്റാവുന്നത് എന്ന് മനസ്സിലാക്കി ശരിയാക്കിയാൽ ഇവിടെ തന്നെ ഒരു ഗ്രോത്ത് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വിട്ടുപോയാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് സമയമെടുത്തേക്കാം, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നേക്കാം. സോ ഒരല്പം നിങ്ങൾ രണ്ടും ഞാൻ എൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന എല്ലാവരോടും എഴുതി നോക്കാം. ഓക്കെ, നിങ്ങൾ എഴുതി നോക്കൂ കറക്റ്റായിട്ട്. നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടോ മുന്നോട്ട്, അതുമൊക്കെ ആലോചിക്കുക. ഓക്കെ, അതിനനുസരിച്ചിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കും. ഓക്കെ, ബട്ട് യൂണിവേഴ്സ് രണ്ട് ഭാഗവും കാണിച്ചു തരുന്നത് കൂടുതലും ഇവിടെ ഇപ്പം ഗിവ് അപ്പ് ചെയ്യണ്ട. ഓക്കെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പം ഗിവ് അപ്പ് ചെയ്യണ്ട, കുറച്ചുകൂടി ശ്രമിക്കൂ എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, എന്തായാലും നമുക്ക് ഗൈഡൻസ് കാർഡിൽ എന്തെങ്കിലും കുറച്ചുകൂടി നല്ല ഇൻഫർമേഷൻ കിട്ടുമോ നോക്കാം. ഫെർട്ടിലിറ്റി, ഫ്രണ്ട്ഷിപ്പ്, സോറി ഓക്കെ ഹെൽപ്പ് എടുക്കാനായിരിക്കാം. ഓക്കെ, ഫാമിലി, ആനിമൽസ്, ട്രാവൽ, ഫൈനാൻഷ്യൽ ഹെൽത്ത് വീണ്ടും കാണിക്കുന്നുണ്ട്. വെരി ഗുഡ്. നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഹെൽത്ത് എന്ത് തന്നെയായാലും ഐ തിങ്ക് ഇവിടെ പണത്തിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ കൂടുതൽ ചോദിക്കുന്ന ആൾക്കാർക്ക് ഫൈനാൻഷ്യലി ബെനിഫിറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അതെങ്ങനെ പോയാലും ശരി, നിങ്ങൾ ഇതിപ്പോൾ ഉള്ളത് വിട്ട് കളഞ്ഞാലും ശരി, വേറെ എന്തെങ്കിലും പോയാലും ശരി, എന്ത് ചെയ്താലും ശരി, നിങ്ങൾ ഇടുന്ന എഫേർട്ടിന് തീർച്ചയായിട്ടും യൂണിവേഴ്സ് റിസൾട്ട് ഏതെങ്കിലും ഒരു വഴിക്ക് നിങ്ങൾക്ക് തരാതിരിക്കില്ല. എനിക്ക് ഇവിടെ ഫെർട്ടിലിറ്റി എന്നാണ് പറയുന്നത്. സോ ഗ്രോത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇവിടെ ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു കുഞ്ഞ് ജനിക്കുന്ന കാര്യമാണ് പറയുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ തുടങ്ങിയ കാര്യം ഓക്കെ അത് കുറച്ചുകൂടി ലൈക്ക് നമ്മൾ പറയില്ല ഒരു പ്രഗ്നൻസി ടൈം, അത് കഴിഞ്ഞ് ഒരു കുഞ്ഞ് ജനിക്കുക. സോ അങ്ങനെ നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ എന്തെങ്കിലും തുടങ്ങിയ കാര്യം അതിനൊരു നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ലെവലെത്തുന്ന രീതിയിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഫ്രണ്ട്ഷിപ്സ്, നിങ്ങളുടെ ആക്ച്വലി ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് എടുക്കാം. ഓക്കെ, തനിച്ച് നിങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഗൈഡൻസ് എടുക്കുക, ഫ്രണ്ട്സിനോട് ചോദിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ആക്ച്വലി ഫ്രണ്ട്സും ഉണ്ട്, ഫാമിലിയും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവരെയും സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുകൂടിയാണ് പറയുന്നത്. പോസിറ്റീവായിട്ട് ചിന്തകൾ വയ്ക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, മറ്റുള്ളവരുമായിട്ട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കാര്യങ്ങൾ പറയുക. ഐ തിങ്ക് അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇവിടെ അനിമൽസ് കാണുന്നുണ്ട്.
കുറച്ച് പേർക്ക് മേ ബി നിങ്ങൾ പെറ്റ്സിൻ്റെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരായിരിക്കാം. പെറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവാം, അതെന്തൊരു സൈൻ കാണുന്നുണ്ട്. അല്ലെങ്കിൽ പെറ്റ്സിന് എന്തെങ്കിലും കെയർ ഒക്കെ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, മേ ബി നമ്മൾ പറയാറുണ്ട് അക്ഷയ ശനിയുടെ എന്തെങ്കിലും ഇതൊക്കെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ തെരുവിലുള്ള നായ്ക്കളുണ്ടല്ലോ, അതിന് ഫുഡ് കൊടുക്കുക ഒക്കെ നല്ലതാണ് എന്ന് പറയും. സോ മേ ബി അങ്ങനെ വല്ലതും ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അനിമൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും പെറ്റായിട്ട് ഏതെങ്കിലും അനിമൽ ആവട്ടോ, ഡോഗ് ആവണമെന്നില്ല, ഇവിടെ ബേർഡും ഉണ്ട്, പ്രാവുണ്ട്, ആക്ച്വലി വേറെ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ, പൂച്ച എല്ലാം ഉണ്ട്, എല്ലാ അനിമൽസും ഉണ്ട്. സോ നിങ്ങൾക്ക് മേ ബി എന്തെങ്കിലും പെറ്റ് ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ പെറ്റ്സ് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ജസ്റ്റ് അനിമൽസിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാക്കയ്ക്കായാലും ശരി ഓക്കെ കൊടുക്കാം, ആൻസിസ്റ്റേഴ്സിന് വേണമെങ്കിൽ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. ഓക്കെ, ട്രാവൽ കാണുന്നുണ്ട്. സോ ഒരു മാറ്റം ഇവിടെ കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, മേ ബി നിങ്ങൾ ഒരു സ്ഥലം മാറ്റമായിരിക്കാം ചിലപ്പോൾ വേണ്ടത്. ഓക്കെ, സ്ഥലം മാറ്റമായിരിക്കാം, ഒരു ലിറ്ററൽ ട്രാവൽ. ഓക്കെ, ശരിക്കും ഒരു സ്ഥലം മാറിപ്പോയിട്ട് വേറെ എവിടെയെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യം വേറെ എവിടെയെങ്കിലും ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനു വേണ്ടി വേറെ എവിടെയെങ്കിലും കൂടി ട്രാവൽ ചെയ്ത് പോണ്ടി വരിക. കുറച്ചുകൂടി നിങ്ങൾ ബിസിനസ്സൊക്കെ ആണെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ജോലിക്കാണെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൂടി ശ്രമിക്കുക, അങ്ങനെയായിരിക്കാം. പിന്നെ ഈവൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, നിങ്ങൾ എന്തെങ്കിലും ഒരു ട്രാവൽ വേണ്ടി വരുന്ന ഒരു കാര്യമൊക്കെ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ട്രാവൽ പോസിബിൾ ആണ് ഇവിടെ. നിങ്ങൾ അബ്രോഡൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യേണ്ടി വരുമായിരിക്കും. ഓക്കെ, ഒരു ട്രാവൽ കുറച്ച് പേർക്ക് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ഗൈഡൻസിൽ മാനിഫെസ്റ്റേഷൻ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, പോസിറ്റീവായിട്ട് അഫർമേഷൻസ് ചെയ്യുക, എപ്പോഴും മനസ്സ് പോസിറ്റീവാക്കി വെക്കുക. ആൻഡ് ഇവിടെ ഞാൻ എന്തോ പറയാൻ വന്നു നേരത്തെ, ഒരു മാറ്റം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഒരു വിട്ടുപോവുക, മാറുക എന്നൊക്കെ പറഞ്ഞല്ലോ. സോ അതിനെക്കുറിച്ച് കൂടി ആയിരിക്കാം ദാറ്റ് ഒരു ചേഞ്ച് എന്ന രീതിക്ക് എടുത്തോളൂ. ഇപ്പോൾ ട്രാവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും മാറി സ്ഥലം മാറി പോവുക, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ട്രാവൽ തന്നെ ആവണമെന്നില്ല. ഓക്കെ, ഒരു മാറ്റം എന്ന രീതി കൂടി നമുക്ക് വിളിക്കാം. സോ യെസ്, മേ ബി ഒരു മാറ്റം നിങ്ങൾക്ക് ആവശ്യമായിരിക്കാം. ഓക്കെ, എനിവേ നിങ്ങൾ ഗ്രോത്ത് ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ഗ്രോത്ത് ഉണ്ടാകും, പക്ഷെ അതിന് നിങ്ങൾ മേ ബി കുറച്ചുകൂടി പ്ലാനിങ് ചെയ്യാം. ഓക്കെ, ഫ്രണ്ട്സിൻ്റെയൊക്കെ ഹെൽപ്പ് എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം, നിങ്ങൾക്ക് ബെനിഫിറ്റ് തീർച്ചയായിട്ടും വരും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.